ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് ആദ്യമായിട്ട് ബാലനോട് പൊട്ടിത്തെറിക്കുകയാണ്. മീനാക്ഷിയോട് പറഞ്ഞത് മോശമായി പോയിന്ന്. ഇത് കേട്ടതും നമ്മുടെ ബാലന് ദേഷ്യം വന്നിട്ട്, നീ എന്താടാ പറഞ്ഞത്? ഓഹോ, വളർന്നങ്ങ് വലുതായി ഒരു കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് അച്ഛനോട് എന്നും പറയാനായോ നിനക്ക് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ആകാശ് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിയിരിക്കുന്നത്? മീനാക്ഷിയോട് എന്തിനാ അച്ഛൻ ദേഷ്യപ്പെട്ടത്? ഒരു കാര്യവും കാരണമില്ലാതെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അവൾ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഇത് കേട്ട നമ്മുടെ ധർമ്മം പറഞ്ഞു, ഓ എന്റെ പൊന്ന് ആകാശ, നീ മിണ്ടാതിരിക്കുക, വാ നമുക്ക് സാധനം കൊണ്ട് പോകാം. അതെ അളിയ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. അതിനാ നിങ്ങൾ രണ്ടുപേരും കൂടെ സാധനം കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ രണ്ട് സ്ഥലത്ത് കൊടുക്കാറുണ്ട്, അപ്പൊ പിന്നെ രണ്ടുപേരും കൂടെ പോകണ്ടേ? പെട്ടെന്ന് ഇറങ്ങട ആകാശേ എന്നും പറഞ്ഞുകൊണ്ട് ആകാശനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങുക. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ രൂക്ഷമാകും, അതുപോലെ ഭീകരമാകും എന്നൊക്കെ ധർമ്മൻ അറിയാം. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബാലനാണെങ്കിൽ രാമേട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലോ, രാമേട്ടനോട് പറഞ്ഞു, ഓ കണ്ടില്ലേ, പന പോലെ വളർന്നു എന്ന് അവന്റെയൊക്കെ വിചാരം. ഈ ഞാൻ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ഇവർക്ക് വേണ്ടിയല്ലേ? ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ എനിക്ക് സഹിക്കില്ല. അത് മാത്രമല്ല, ഈ മീനൂട്ടി ആരാ? ഈ മീനു ആരാ? മീനു എന്റെ മോളെ പോലെയല്ലേ? അപ്പൊ അവളെ എനിക്ക് ശ്വാസിക്കത്തില്ലേ? വഴക്കു പറയത്തില്ലേ? ഉപദേശിക്കത്തില്ലേ? ഇതിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് തുള്ളാൻ തുടങ്ങിയപ്പോഴത്തേക്കും, പിള്ളേരല്ലേ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ അങ്ങനെയൊക്കെയാ, ക്ഷമിക്ക് എന്റെ ബാല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാമേട്ടനും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശ് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പുറക്കാൻ തുടങ്ങി കേട്ടോ. അച്ഛന്റെ സ്വഭാവം കണ്ടില്ല, ഈ സ്വഭാവം എന്ത് ചെയ്താൽ മാറില്ല. പാവം മീനു, അവൾ എന്താ ചെയ്തത്? അവൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇത്രയ്ക്കൊരു ജോലി കണ്ടെത്താൻ ശ്രമിച്ചതാണോ ഇതിൽ വലിയ തെറ്റെന്ന് പറഞ്ഞപ്പോൾ, നീ ഒന്നും മിണ്ടാതിരിക്കട ആകാശ്, ഇനിയിപ്പോൾ അത് മതി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അളിയൻ ഇറങ്ങി വരും, ഓരോന്ന് പറയും, പിന്നെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകും. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ വാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവീനെയാണ്. ദേവി ആഹാരമൊക്കെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക ആനന്ദിന്. അങ്ങനെ ഭയങ്കര സങ്കടവും കരച്ചിലും വിറക്കലും ഒക്കെ നമ്മുടെ ദേവി. അപ്പൊ ആനന്ദ് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? പോട്ടെ, സാരമില്ല, അതങ്ങ് ക്ഷമിച്ചേരെ. ക്ഷമിക്കാനോ? എല്ലാവരോടും ഞാൻ ക്ഷമിക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ അതിന് ചെയ്തത്? ഞാൻ ബാലച്ചനോട് പറഞ്ഞത് ഇതിലും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തെറ്റാ ആനന്ദേട്ടാ ഞാൻ ബാലച്ചനോടല്ല, മിത്രയോടും മീനുവിനോടും ചെയ്തത്? ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അവരാരും എന്നെ കൂട്ടില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കറിയാം. അതൊക്കെ നിന്റെ വെറും തോന്നലാ ദേവി. അതെ, നീ ഒരു ലോകം ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, അടുക്കള, കുടുംബം, അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി നീ ഒരു ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുക. ഒരു ജോലിക്കൊക്കെ പോയി കഴിയുമ്പം ഇതൊക്കെ അങ്ങ് പൊക്കോളും. ജോലിക്ക് പോകാനോ? ഞാനോ? ഞാൻ ജോലിക്കൊന്നും പോകില്ല. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അത് പിന്നെ അമ്മ നോക്കിക്കോളൂല്ലേ? ആ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ ഒറ്റയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ, അതും 10 പേര് മിച്ചമുണ്ട്. ഓ, എന്ത് മനസാക്ഷിയില്ലായ്മയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, പറയുന്നത്? ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തോളാം, എനിക്കിത് തന്നെയാ ഇഷ്ടം. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് ചെറുതായിട്ട് സങ്കടം വരും, അതുകൊണ്ടാ. അതെ, നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, നിനക്ക് സങ്കടമൊക്കെ വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ അച്ഛനോട് മിത്രയുടെ കാര്യം പറഞ്ഞത് ശരിയായില്ല, അത് മോശമായി പോയില്ലേ? ഓ, അപ്പൊ ആനന്ദും അവരുടെ കൂടെ കൂടി എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ, പഴിചാരുകയല്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയതും പഴിചാരിയതും ഒന്നുമല്ല. ഞാനൊരു സത്യം പറഞ്ഞതാ. അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ നിന്നോടുള്ള ഇഷ്ടക്കുറവോ കൊണ്ടൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ എന്തിനാ പറഞ്ഞത്? അവര് പറയുമായിരുന്നല്ലോ അച്ഛനോട്. ഇതിപ്പോ നീ അറിഞ്ഞു എന്ന് പറയുമ്പം അവർക്കും ദേഷ്യം ഉണ്ടാവും. ഇനി ഈ കേസൊക്കെ അങ്ങ് വിട്, ഇതൊന്നും മനസ്സിലിട്ടോണ്ട് നടക്കണ്ട. അല്ല ആനന്ദേട്ടാ, നമുക്കൊരു കാര്യം ചെയ്താലോ? എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കാൻ തോന്നുക. നമുക്ക് കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറി നിന്നാലോ? എവിടെ മാറി നിൽക്കാന്? അല്ല, എങ്ങോട്ടേലും ഒന്ന് പോയാലോ? എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഷമവും സങ്കടമൊക്കെ അങ്ങ് മാറുമല്ലോ. നോക്കാം, നമുക്ക് അച്ഛനോട് സംസാരിക്കാം എന്ന് ഇങ്ങനെ ആനന്ദ് പറഞ്ഞു കേട്ടോ. ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോപതിയും അതുപോലെ മീനുവും പിന്നെ ആരാ, മിത്രയും ഒക്കെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ഒന്ന് ചോദിച്ചു, ഒരു ചായ എടുക്കട്ടെ രണ്ടുപേർക്കും? ചായയോ? അതെന്തോ ഒരു ചോദ്യം, ചായ എടുക്കട്ടെ എന്ന്? എന്താ, ഞങ്ങക്ക് ചായ തരാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അമ്മയ്ക്ക് ഞങ്ങക്ക് ചായ തരാൻ ഇഷ്ടമല്ലെങ്കിൽ ചായ തരണ്ട. ഓ, ഇപ്പൊ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചതാണല്ലേ പ്രശ്നമായി പോയത്. അതെ, ഞാൻ ചായ എടുത്തോണ്ട് വരാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാലൻ വന്നു. ബാലൻ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് നമ്മുടെ മീനും
ഇത്രയും കൂടി എണീറ്റ് മാറി നിന്നു. അപ്പം ബാലൻ ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരും കൂടെ മാറിപ്പോകുന്നത്? ഞാൻ വന്ന ഉടനെ എന്നെ കാണുന്നത് ഇഷ്ടമല്ലേ, അതാണോ മാറിപ്പോകുന്നത്? എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം നമ്മുടെ ഗോമതി പറഞ്ഞു, ഓ രാവിലെ വഴക്കെല്ലാം കൂടെ പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പം വന്ന് സുഖവിവരം അന്വേഷിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അത് പിന്നെ വഴക്ക് പറയാതിരിക്കുവോ? വഴക്ക് പറയേണ്ട കാര്യമാണെങ്കിൽ വഴക്ക് പറയും. അതെ, ഇവര് രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. ഇവര് രണ്ടുപേരും എന്റെ മക്കള് തന്നെയാ. എന്റെ മക്കളെ വഴക്ക് പറയാനുള്ള അധികാരം അവകാശം എനിക്കില്ലേ ഗോമതി? അല്ല, ഇല്ലെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഇത്രയും വന്നേ, ഇതിങ്ങ് പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ജിലേബി അങ്ങ് കൊടുക്കാണ്. എന്നിട്ട് നമ്മുടെ മീനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ മീനുവിന് ഇഷ്ടമുള്ള എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മിത്രയുടെ ഇഷ്ടം എനിക്കറിയാം, പക്ഷെ മീനുവിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്, ഇത് പിടിക്കാൻ പറഞ്ഞു. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോമതി, ഓ സോപ്പിടുന്നതായിരിക്കൂല്ലേ? രാവിലെ വഴക്കെല്ലാം പറഞ്ഞിട്ട് പാവം പിള്ളേർ ഇപ്പൊ സോപ്പിടുവാണോ? എനിക്ക് സോപ്പിടേണ്ട ഒരു കാര്യമില്ല. സാധാരണ അച്ഛനമ്മമാരെ വഴക്ക് പറയും, പിന്നെ ആ ഒരു ദേഷ്യം തീരുമ്പോൾ അച്ഛനമ്മമാരും മക്കളെ സ്നേഹിക്കും. അതല്ലേ ഞാൻ ഈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതിന് വലിയ കുറ്റം കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മുടെ മീനുവിനോട് പറഞ്ഞു, അല്ല മീനുവിന്റെ അച്ഛനും അമ്മയും വഴക്ക് പറയാറില്ലേ, ശാസിക്കാറില്ലേ? അത് പിന്നെ അച്ഛ വഴക്കൊക്കെ പറയാറുണ്ട്, ശാസിക്കാറുമുണ്ട്. അതുപോലെ ഞാൻ വഴക്ക് പറഞ്ഞെന്ന് കരുതിയാൽ മതി, അല്ലാതെ വേറെ ഒന്നും ഇതിൽ ചിന്തിക്കാനോ പറയാനോ ഇല്ല. കേട്ടല്ലോ, ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. കഴിക്ക്. അല്ല ദേവിക്ക് വേണമെങ്കിൽ ദേവിക്കും കൂടെ കൊടുക്ക്. അപ്പോഴത്തേക്ക് മീന് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ദേവി ഉണ്ടല്ലോ പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊന്നും കഴിക്കില്ല. പാവം നമ്മുടെ ദേവി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് മീന് പറഞ്ഞത്, അപ്പൊ പെട്ടെന്ന് ഈച്ച എന്ന് പറഞ്ഞിങ്ങോട്ട് മാറി അങ്ങ് പോയിട്ടോ. മേടിക്കാൻ വേണ്ടി വന്നതും പെട്ടെന്ന് ഈച്ച എന്നും പറഞ്ഞ് മീനു മനഃപൂർവ്വം ഒരു തട്ട് കൊടുത്തതാട്ടോ. മാറിപ്പോയി. പക്ഷെ നമ്മുടെ ദേവിക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്, ഇവർ രണ്ടും എന്റെ മക്കളെ പോലെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാനോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, അതെ നീയും എന്റെ മകളല്ലേ, നിങ്ങളൊക്കെ എനിക്ക് ഒരുപോലെ അല്ലേ എന്നിങ്ങനെ ബാലൻ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ വന്ന് പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞത്. പിന്നെ മീനൂന് ജോലിയുണ്ട്, അത് ഗവൺമെന്റ് ജോലിയാണ്. അതുപോലെ ആവില്ലല്ലോ സാധാരണ ഒരു ഹോം ട്യൂഷനൊക്കെ പോകുന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടൊന്നും വേണ്ട, പഠിക്കാനുള്ള ചെലവിനും കാര്യങ്ങൾക്കും ഒക്കെ ഞാനുണ്ടല്ലോ തരാന്. പിന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പം ധർമ്മം പറഞ്ഞു, അല്ല ഇവിടെ ഇവര് വിവാഹം കഴിഞ്ഞ് വന്നപ്പം അളിയൻ എന്താ പറഞ്ഞത്? അവനവന്റെ ചെലവും അവനവന്റെ കാര്യവും അവനവൻ നോക്കണമെന്ന്. അതുകൊണ്ടല്ലേ ഇവരിപ്പം ജോലിക്ക് പോകാൻ തുടങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു, അത് ശരിയാ. പക്ഷെ അതിന് ഇപ്പം ഇത്രയോട് ആരാ ജോലിക്ക് പോകാൻ പറഞ്ഞേ? ആരെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞോ? അപ്പോഴത്തേക്കും നമ്മുടെ ആര്യനെ കണ്ടതും ആര്യൻ അങ്ങ് കറുത്തു പോയി എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയാണ് കേട്ടോ. ക്ഷീണിച്ചു പോയി, കറുത്തു പോയി, കഷ്ടപ്പാട് കാരണം. അപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, ആര് പറഞ്ഞു കഷ്ടപ്പെടാന്? ആരെങ്കിലും കഷ്ടപ്പെടാൻ പറഞ്ഞു? ഇവനോട് ആരെങ്കിലും പോയി കഷ്ടപ്പെട്ട് മണ്ണുവാരി ചുമന്ന് കുടുംബം പുലർത്താൻ പറഞ്ഞോ? അല്ലെങ്കിൽ പഠനത്തിനോടൊപ്പം ജോലി ചെയ്യാൻ പറഞ്ഞോ? അപ്പോഴത്തേക്കും വീണ്ടും ധർമ്മം പറഞ്ഞു, അല്ല ഇത് നേരത്തെ അളിയൻ പറഞ്ഞായിരുന്നല്ലോ, ചെലവിന് തരില്ല, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കണം എന്നൊക്കെ. അതുകൊണ്ടല്ലേ ഇവൻ പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ബാലന് സത്യം പറഞ്ഞാൽ ഉത്തരം മുട്ടി പോകുന്നുണ്ട്. എങ്കിലും തട്ടിയും മുട്ടിയും എന്തൊക്കെ പറഞ്ഞ് ബാലൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ദേവീനെയാണ്. അപ്പം ദേവി ഇങ്ങനെ ആനന്ദിനോട് ചെന്ന് പറയാണ് കേട്ടോ, ആനന്ദേട്ടാ മീനുവിനെയും മീനുവിനെയും അതുപോലെ മിത്രനെയും ഒരുപാട് ഇഷ്ടമാണല്ലേ ബാലച്ചന്? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്നെ ഇഷ്ടമാണല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ദേവി, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരോടെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചാൽ നിന്നോട് തന്നെയാണ്. കാരണം നിന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംശയത്തിന്റെ രീതിയിൽ നോക്കുന്നത് അച്ഛനെ? അതെ, നിന്നോട് തന്നെയാ സ്നേഹം. പിന്നെ നിനക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നീ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടാ. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ജോലിക്ക് പോ. ഇത്രയും ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ട് നീ എന്തിനാ ജോലിക്ക് പോകാതിരിക്കുന്നത്? നീ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും, ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ. അല്ല, നിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? അത് പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലാ. ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വരണം. നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം. ഇത്രയും പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊന്നും ജോലിക്ക് പോകില്ല, ജോലിക്ക് പോകാൻ പാടില്ല. അതെന്താ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങള് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞ് ശപിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അല്ല, ശപിച്ചിട്ടുള്ളതല്ല, ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകാറില്ല. ഞങ്ങൾ കുടുംബം നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കാറേ ഉള്ളൂ. എനിക്കതാ ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ജോലിക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. ജോലി ഉണ്ടെങ്കിൽ ഒരു നിലയും വിലയും ഉണ്ട് ദേവി. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആദ്യം നീ ജോലിക്ക് പോയി നോക്കണം, അത് കഴിയുമ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരണമെന്ന്. ആകെപ്പാടെ അന്തമിട്ട് കുന്തം പോലെ നിൽക്കാണ്. സർട്ടിഫിക്കറ്റ് പോയിട്ട് ഞാൻ പറയട്ടെ, 10ാം ക്ലാസ് പോലും പഠിക്കാത്ത നമ്മുടെ ദേവി എങ്ങനെയാണ് ഇപ്പം
സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇപ്പം മിസ് ചെയ്ത് കളയരുതേ. നമ്മൾ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രമോ വിശേഷമായിട്ട് വൈകിട്ട് ഒരു 4:45 ആകുമ്പോൾ നമ്മൾ എന്നും വരുന്നുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതോടെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ.